ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസത്തിലുള്ള ക്വിൽറ്റഡ് ബാഗ്സ് ആണ്. ഇത് ആക്ച്വലി നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇത് ക്വിൽറ്റഡ് ആയതുകൊണ്ട് ഇത് ഒരുപാട് നാളെ ലാസ്റ്റ് ചെയ്യും. നല്ല ഭംഗിയാട്ടോ. അതായത് ഇത് നല്ല എന്താ ഇപ്പം എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു കൈ പിടിക്കാവുന്ന ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അത്രയും വെയിറ്റ് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്കത് കറക്റ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാകും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ എന്ത് വെയിറ്റ് വേണം കൊണ്ടുപോകാം, ആരും നമ്മളോട് ചോദിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല രസമായിട്ടുള്ള നല്ല ക്യൂൾറ്റഡ് ബാഗ്സ്. പിന്നെ നമുക്ക് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാം, എങ്ങനെ വേണമൊക്കെ കൊണ്ടുപോകാം, നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഈ എന്താ പറയുന്നത് നമ്മുടെ 3 ലെയർ പുതപ്പാണ്. പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ 3 ലെയർ പുതപ്പ്, ദോഹർ, ബ്ലാങ്കറ്റ് ഒക്കെ ലൈക്ക് ഇതിനൊക്കെ ഇല്ലേ ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിനാണെങ്കിൽ നല്ല വിലയുണ്ടാവും. അത് നമ്മുടെ മാഗ്നസ്കേപ്സിൽ എല്ലാം വളരെ മിതമായ വിലയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ. എങ്ങനെ മാഗ്നസ്കേപ്സ് എപ്പോൾ തുടങ്ങിയോ അന്ന് തുടങ്ങി ഇന്ന് വരെ തമ്പുരാന്റെ കൃപയിൽ അങ്ങനെ തന്നെ തരാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു രസത്തിലുള്ള, അതായത് ഒരു സൈഡ് ഇതായിരിക്കും, അതായത് ഇങ്ങനെ ആമ്പിളർക്കൊക്കെ ഈ കളേഴ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. നമുക്കും ഇഷ്ടമാണ്. ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ സൂപ്പർ ആയിട്ട് വരും, നല്ല ഭംഗിയാണ്. ഇത് ഒരു സൈഡ് വരും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലത്തെ നല്ല സിംഗിളും ഡബിളൊക്കെ സൈസ് ആയിട്ടുള്ള നല്ല പുതപ്പ് അവൈലബിൾ ആണ് കേട്ടോ. 3 ലെയർ പുതപ്പ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് ആണ്. ഈ ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റുകൾ എല്ലാം കിങ് സൈസ് ആണ്. കിങ് സൈസും ക്യൂൺ സൈസും ഒക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 100% കോട്ടൺ ആണ്, 100% ലൈറ്റ് വെയ്റ്റ് ആണ്. വാഷിംഗ് മെഷീൻ കഴുകാം, വേണമെങ്കിൽ കൈ കൊണ്ടും കഴുകാം, ഒരു കുഴപ്പവുമില്ല. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റാണ് ഈ ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇല്ലേ, അതിന് പ്രത്യേക മണം തന്നെ, അതിൻ്റെ പ്രത്യേക മണമാട്ടോ. അതും പറയണല്ലോ, നല്ല രസത്തിലുള്ള ഷീറ്റാണ് ഇത്. നമ്മുടെ കയ്യിൽ ഇതിനു മുമ്പ് ഒരു 1 ഇയർ മുമ്പ് ഇത് പ്രിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ആ പ്രിന്റ് നമുക്ക് അന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ ഒരുപാട് ഞാനത് തേടി അലഞ്ഞു, പക്ഷെ അത് പിന്നെ നമുക്ക് കിട്ടിയത് ഇപ്പോഴാട്ടോ. ഇത് കണ്ട ക്രോസ് സ്റ്റിച്ച് പോലെ ഇരിക്കത്തില്ലേ, ഓരോ പൂ നിങ്ങൾ നോക്കിയേ എന്ത് ഭംഗിയായിരുന്നു നോക്കിയത്. കണ്ട ക്രോസ് സ്റ്റിച്ച് പോലെ ഇരിക്കും. ക്രോസ് സ്റ്റിച്ച് ഒന്നും അല്ല, ഡെയിലി യൂസിന് പറ്റുന്ന കിങ് സൈസും ക്യൂൺ സൈസും ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് ആട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്. ഈ ദിവസങ്ങളൊക്കെ എല്ലാവരും ഓണത്തിന്റെ തിരക്കായിരിക്കും, എനിക്കറിയാം. എന്നാലും ചില സമയത്തൊക്കെ ഇച്ചിരിയൊക്കെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഞാൻ വേഗം തന്നെ നിർത്തിക്കോളാന്ന്, ഒരുപാട് വർത്തമാനം പറയുന്നില്ല. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ട്. ഇനി ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇതൊക്കെ നമുക്കില്ലേ 695 ഡെയിലി യൂസ് തിക്ക് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. സൈസ് വന്നിട്ടുണ്ടല്ലോ 90x100 ഇഞ്ചസ് ആട്ടോ. 90x100 ഇഞ്ചസ് പറയുമ്പോൾ ഇഞ്ചസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചില ആൾക്കാർക്ക് സെന്റിമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോൾ മെഷർമെന്റ്സ് പറഞ്ഞാലും അത് ഇഞ്ചസിലാണ്. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 ആണ് സ്റ്റാൻഡേർഡ് സൈസ്. എന്നിരുന്നാലും മാഗ്നസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് എന്ന് വിചാരിച്ച് ഒരുപാട് അണ്ടക്കാട്ട് വെച്ച് പില്ലോ കവറാന്ന് വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനിയുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇതിന്റെ ബ്ലൂ കളർ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഞാൻ കാണിച്ചില്ലേ, അതിന്റെ തന്നെ വേറെ ഒരു കളർ, പിങ്കും ഡാർക്ക് ഓറഞ്ചും വരുന്നത്. ഇങ്ങനെയൊക്കെ കോമ്പിനേഷൻ നല്ല രസമല്ലേ. സാരിയൊക്കെ ആണെങ്കിൽ എന്ത് രസമല്ലേ, ഇപ്പോഴത്തെ സ്റ്റൈലാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ലൈൻ വന്നിട്ടുള്ള ഒരു സൈഡിൽ ഇങ്ങനെ കുർത്തയ്ക്കും ലൈൻ വരും, അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെട്ടി തയ്ക്കും, എന്ത് രസമല്ലേ അങ്ങനെയുള്ള കാണാന്. അതുപോലെ തന്നെയുള്ള ബെഡ്ഷീറ്റാണ്, എന്ത് രസമായിട്ടുള്ള 695 2 വലിയ പില്ലോ കവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് നമുക്ക് വാഷിംഗ് മെഷീൻ കഴുകാം, ഒരു കുഴപ്പമില്ല. വാഷിംഗ് മെഷീൻ കഴുകാൻ പറ്റുമോ എന്ന് ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും. കഴുകാം, അല്ലെങ്കിൽ എന്താന്ന് ചോദിക്കുന്നത് അല്ലാതെയും കഴുകാം. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ തിക്ക് ബെഡ്ഷീറ്റ് കഴുകുമ്പോൾ നമ്മൾ ഒരാളുടെ കൂടെ ഹെൽപ്പ് ചോദിച്ചാണോ ഒന്നും പിരിയാനൊക്കെ, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഈ ഷോൾഡറൊക്കെ നല്ല എന്താ പറയുക വേദന എടുക്കും കേട്ടോ. അപ്പൊ ആരോടേലും തിരുമാവോ എന്ന് ചോദിച്ചിട്ട് അവർ പറയും കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ കഴുകാം,
ഹെൽപ്പ് ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചോദിച്ചിട്ട് ആരും ഒന്നും തരാനൊന്നും പോകുന്നില്ല കേട്ടോ. നോക്കിയും കണ്ടും ഒക്കെ ചെയ്തോളാം എന്നൊക്കെ എല്ലാവരും വിചാരിച്ച് അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. ഇനി കണ്ടോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്തങ്ങയായിരുന്നു ഈ മാസം മുഴുവൻ. കാരണം മത്തങ്ങേനെ എല്ലാവരും അങ്ങ് സ്വീകരിച്ചു. ഇനി മത്തങ്ങ ഉണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്ന മത്തങ്ങ, ഈ മത്തങ്ങ ഇത് ഹലവിൻ പാർട്ടിക്ക് വേണ്ടിയുള്ള മത്തങ്ങ കേട്ടോ. അതായത് നമുക്ക് ഓണം കഴിയുമ്പോൾ ഹലവിൻ പാർട്ടി ഓരോ പിള്ളേരൊക്കെ തീമാട്ടോ സ്കൂളിലെ. എനിക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ പല പല സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ അതുപോലത്തെ മത്തങ്ങ നമ്മുടെ കയ്യിൽ, അതും ബ്ലാക്ക് കളറിലാണ്. സൂപ്പർ അല്ലേ? നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 695 രൂപയാണ്. മാഗ്നസ് കേവ്സ് കടയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വരാനുള്ള വഴി ഉണ്ടല്ലോ, വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയെന്ന് വരുമ്പോഴും മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ നിന്ന് 300 മീറ്റർ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് റൈറ്റ്, രണ്ടാമത്തെ ഗേറ്റ്. ആദ്യത്തെ ഗേറ്റ് പോകരുത്, രണ്ടാമത്തെ ഗേറ്റ് പോകാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞ, ആദ്യത്തെ ഗേറ്റിൽ പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വഴിന്ന് തന്നെ പേ ആൻഡ് പാർക്ക് നമുക്ക് കാണാൻ പറ്റും. തൊട്ട് ഈ ബിൽഡിങ്ങിനും അറ്റാച്ച്ഡ് ആയിട്ട് അവിടെ ഒരു 30 കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു കാർ പാർക്കിംഗ് സ്പേസേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൺഡേ ഓപ്പൺ ആണ് രാവിലെ 10 മണി വരെ 5 മണി വരെ കേട്ടോ. താങ്ക് യു.